ഹലോ ഗായ്സ്, സുഹൃത്തുക്കളെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. പിന്നെ എന്താ പറയുന്നത്, പറഞ്ഞു ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഇത് ഞങ്ങൾ നിൽക്കുന്ന ഇപ്പോൾ എവിടെയാണെന്ന് പറഞ്ഞില്ല. അത് പറയാം. ഇത് ഇലന്തൂർ ഭഗവതികുന്ന് ദേവീക്ഷേത്രത്തിലാണ്. ഇവളുടെ സ്വന്തം നാട്, ഇവളുടെ സ്വന്തം ക്ഷേത്രം എന്നൊക്കെ പറയാം, അല്ലയോ? എന്നൊക്കെ പറയാതല്ല ആണ്. പടയണിയുടെ സ്വന്തം നാടായ ഇലന്തൂർ ആണ്. അപ്പം ഇലന്തൂർ ഈ ക്ഷേത്രത്തിലാണ് പടയണിയൊക്കെ നടക്കുന്നത്. അപ്പം നമുക്ക് വീഡിയോ കാണാം. ക്ഷേത്രം ഇപ്പം എല്ലാം പണ്ടത്തെ രീതിയിൽ നിന്നൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് ക്ഷേത്രം. അപ്പം പറഞ്ഞോ, നിൻ്റെ സ്വന്തം നാടിനെ കുറിച്ച് നീ തന്നെ പറഞ്ഞു. ഉറക്കെ പറഞ്ഞു. ഞാൻ ജനിച്ചു വളർന്ന നാട്. പിന്നെ കൊച്ചിലെ മുതലേ പടയണിയൊക്കെ കണ്ടാണ് വളർന്നത്. അത് പണ്ടിങ്ങനെയല്ല, 10 ദിവസം ഉത്സവമാണ്. 10 ദിവസവും പടയണിയുണ്ട്. പിന്നെ അത് മാറി എട്ടാം ഉത്സവം വരെ പടയണിയായി. പിന്നെ എട്ടാം ഉത്സവത്തിനാണ് വലിയ പടയണിയോടുകൂടി പടയണി തീരും. ഇപ്പോൾ അങ്ങനെ ഒത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വന്നിരുന്ന പടയണിയൊക്കെ കാണുന്നതൊക്കെ പറ. പടയണി കാണും. ഞങ്ങൾ ഇവിടെ ഈ ആനന്ദ കേട്ടാണ് ഇത്ര ഇങ്ങനെ സ്റ്റെപ്പൊന്നുമില്ല, ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നത്. ഇവിടെ വന്ന് എഴുന്നള്ളത്തൊക്കെ കാണാൻ നിൽക്കുന്നതും നല്ലൊരു ഓർമ്മയാണ്. എന്താ പറയേണ്ടത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണിക്കാം. ഭഗവതികുന്ന് ദേവീ ക്ഷേത്രം. ഇത് ഇപ്പം പെയിൻ്റൊക്കെ അടിച്ച് ഇപ്പോൾ ഉത്സവം തുടങ്ങാറായി അല്ലേ? ഫെബ്രുവരിയിലാണ് പടയണി. ഫെബ്രുവരി 26 ഇവിടെ ക്ഷേത്രത്തിൽ കൊടി കയറുന്നത്. ഞങ്ങളുടെ ഇളയ പുത്രന് പടയണി ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ വന്നിരുന്ന് കാണുന്നതൊക്കെ ഞാനും ആസ്വദിക്കുന്നതൊക്കെ, അല്ലയോ? കുഞ്ഞ് രാത്രിയിലൊക്കെ വന്നിരുന്ന് പടയണി കാണുന്നത് എനിക്ക് ഭയങ്കര ഓർമ്മയില്ലാതെ ഇരിക്കുകയാണ്. ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവിടെ നിന്ന് പടയണി കണ്ടത്. ഇവിടെ പടയണി നടക്കുന്ന രാത്രിയിൽ ചൂട്ടുകെട്ടയുടെ തുടങ്ങുന്നതല്ലേ? ചൂട്ടുകെട്ടയുടെ വെളിച്ചത്തിൽ എൻ്റെ കണ്ണ് നിറഞ്ഞല്ലോ. അവിടെ കണ്ണ് നിറഞ്ഞു. ഇവിടെ ഒത്തിരി നാളായി ഞങ്ങളിവിടെ വന്നിട്ട്. അപ്പോൾ അവിടെ കണ്ണ് നിറഞ്ഞു ഇവിടെ വന്നപ്പോൾ. ഇതാണ് ക്ഷേത്രം. ഈ ഒരു ഇതില്ലായിരുന്നു, ആർച്ച് കവാടമൊന്നും ഇല്ലായിരുന്നു ഇവിടെ. ഇതിപ്പോൾ പുതിയതായിട്ട് ഇവിടെ പണിഞ്ഞതാണ്. എൻ്റെ ഫ്രണ്ട് ഞാൻ കാണിക്കാമേ. ഇതാ ഫ്രണ്ട് ഉണ്ട് ക്ഷേത്രത്തിൻ്റെ. പുതിയതായിട്ട് പണിഞ്ഞതാണ് ഇത്. കവാടമൊക്കെ നല്ല ഫ്രണ്ടൊക്കെ പണിഞ്ഞ് നല്ല രസമല്ലേ കാണാൻ. ഇലന്തൂർ ഭഗവതികുന്ന് ദേവീക്ഷേത്രമാണ്. ഒരു മലനടയുണ്ട് കേട്ടോ ഇവിടെ. അതിന് ഓപ്പോസിറ്റായിട്ടൊരു മലനടയുണ്ട് കേട്ടോ. ഇതിൻ്റെ പുറകുവശത്തെ ഈ സൈഡിൽ ഇതാണ് കണ്ടപാടം. നെൽകൃഷിയൊക്കെ ചെയ്യുന്ന വയലാണ്. നെൽകൃഷി ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. നെൽകൃഷിയൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. അങ്ങ് ആസ്വദിക്കുക ഇവിടെ നടന്ന് കണ്ടോ. അവളുടെ സ്വന്തം സ്ഥലമല്ലേ, അവളെ അങ്ങ് ആസ്വദിക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? തൊട്ടടുത്തൊരു മഹാവിഷ്ണു ഭഗവാനാണ് ഇരിക്കുന്നത്. അപ്പോൾ ഭഗവാനെ കണ്ടിട്ട് അമ്മയെ കാണാവുന്നതാണ്. പക്ഷേ അതൊരു നല്ല അമ്പലം, നല്ല ഒരു പഴമ വിളിച്ചോതുന്നൊരു അമ്പലമാണ്. അവിടെ കുളമൊക്കെ സൈഡെല്ലാം ഇതല്ലേ, കൃഷിയല്ലേ? നമുക്ക് അങ്ങോട്ട് പോയി നോക്കാമെങ്കിൽ അറിയാം. കൃഷി ഉണ്ടെന്ന് തോന്നുന്നു. നെൽകൃഷി. ഞങ്ങളിപ്പം അമ്പലത്തിനാണ് താഴോട്ട് വന്നേ. ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ല നെൽകൃഷി ഉണ്ടെന്ന് പറഞ്ഞില്ല. നെല്ല് വിളഞ്ഞ് കിടക്കുകയാണ്. അടുത്ത ആഴ്ച കൊയ്യുമെന്ന് തോന്നുന്നു. അതുപോലെ നെല്ല് വിളഞ്ഞ് കിടക്കുകയാണ്. കൊയ്യാറായി കിടക്കുക നെല്ല്. അത് കണ്ടോ, അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയമാണ്. ഓ ഞാൻ മറന്നുപോയത്. അമ്പലത്തിൻ്റെ ഓഡിറ്റോറിയത്തിനുണ്ട് പരുന്താ. കണ്ടത് നെല്ല് വിളഞ്ഞ് കിടക്കുക കണ്ടോ. കുരുവിയൊക്കെ നെല്ല് തിന്നാൻ വന്നാ കണ്ടോ. നല്ല മനോഹരമായൊരു കാഴ്ച. നെല്ല് തിന്നുവാ കണ്ടോ. കാണാമോ നിങ്ങൾക്ക്? ഇത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഉണ്ടോ, പറന്നു പോകുന്നുണ്ടോ? നെല്ല് വിളഞ്ഞ് കിടക്കുക. അടുത്ത ആഴ്ചത്തേക്കൊക്കെ കൊയ്ത്താവുന്നുണ്ടോ. ആണ് ഇലന്തൂർ
ഇതിനപ്പുറത്താണ് ക്ഷേത്രമുണ്ടെന്ന്, വിഷ്ണുവിൻ്റെ ക്ഷേത്രം ഇല്ലേ? മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രം ഉണ്ടെന്നുണ്ട്. ഇതിലൂടെ അങ്ങോട്ട് കുറച്ച് പോകുന്നത്. അപ്പം ഞങ്ങളിവിടെ വന്നപ്പം എന്തോ ക്ഷേത്രത്തിൽ വന്നപ്പോൾ ഇവിടെ അമ്പലം ഇവിടെ ഉത്തരാളുണ്ട് പറയുന്നു, ഉത്തരാളായി ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഒന്ന് വരണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ കയറി. അപ്പം നട അടച്ചേക്കുവാണ് ഇപ്പം. ഞങ്ങൾ വെളിയിൽ നിന്ന് ഞങ്ങൾ തൊഴുതു. അപ്പം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പം നിങ്ങൾ പടയടിയുടെ വീഡിയോ നോക്കട്ടെ. ഞങ്ങൾക്ക് വരാൻ പരീക്ഷ സമയം പറ്റുമോയെന്ന് അറിയത്തില്ല, കാരണം മോൻ SSLC പരീക്ഷ ആയതുകൊണ്ട് വരാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. നോക്കാം. പിന്നെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഏതാണ്ട് ഈ ആഴ്ച ഇപ്പോൾ ഈ വീഡിയോ കയറി നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ സമയത്ത് മോണിറ്റേഷൻ ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ളിലൊക്കെ ഫുൾ മോണിറ്റേഷൻ ആകും. ഇപ്പോൾ ഹാഫ് മോണിറ്റേഷൻ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം, ഇനിയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലുള്ള വീഡിയോസിലൊക്കെ നമുക്ക് ക്ഷേത്രങ്ങൾ സംബന്ധമായ വീഡിയോസുകളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനൊക്കത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ബൈ. അപ്പം അതുപോലെ ഒരു കാര്യം കൂടെ പറയാം. ഇനിയും കുറച്ച് വീഡിയോസ് കൂടെ വരാനുണ്ട്. കൈകൊട്ടിക്കളിയുടെയൊക്കെ കുറച്ച് വീഡിയോസ് കൂടെ വരാനുണ്ട്. നമ്മൾ കൈകൊട്ടിക്കളിയുടെ കൂട്ടത്തിൽ ഇതുപോലുള്ള ക്ഷേത്രത്തിൻ്റെ സംബന്ധിച്ചുള്ള ബ്ലോഗുകൾ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ.